ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾ ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ. ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഹയസ്റ്റ് പവർ 1 ആയിരിക്കണം. നമ്മുടെ വേരിയബിളിൻ്റെ ഹയസ്റ്റ് പവർ 1 ആയിരിക്കണം. അതായത് പിന്നെ ഒരു ഇക്വേഷൻ എഴുതാം, 2x + 3 = 0. ഇതിനകത്ത് നമ്മുടെ വേരിയബിൾ എവിടെ, ഇതാണ് നമ്മുടെ വേരിയബിൾ. നമ്മുടെ ലെറ്റേഴ്സ് ലെറ്റേഴ്സ് നമ്മൾ വേരിയബിൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ വേരിയബിളിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ തലയിൽ കിടക്കുന്ന നമ്പർ അത് എപ്പോഴും 1 ആയിരിക്കണം. ഹയസ്റ്റ് പവർ 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണെന്ന്. ഓക്കെ, ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണെന്ന്. അപ്പോൾ ഹയസ്റ്റ് പവർ 1 ആണെങ്കിൽ ഒരു 1 കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്താ, അവിടെ ഹയസ്റ്റ് പവർ 1 ആണെന്ന് അർത്ഥം. 1 ആണ് അതിൻ്റെ പവർ എന്നർത്ഥം. ഇനിയിപ്പോൾ ഞാൻ വേറെ ഒന്നും ചോദിക്കാം, 2x² + 3x = 0. ഇതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ഇതൊരു ലീനിയർ ഇക്വേഷൻ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. ഇവിടുത്തെ പവർ എത്രയാ, 2 ഇവിടെ ഒന്നുമില്ലല്ലോ. അപ്പം അതിനകത്ത് നമുക്കറിയാം 1 ആണെന്ന് അല്ലേ. അപ്പം പക്ഷേ ഹയ്യസ്റ്റ് ആരാ, ഇവിടെ 1 ആണ്, ഇപ്പുറത്ത് 2 ആണ്. അപ്പോൾ വലുതാരാ, ഇപ്പുറത്തെ 2 അല്ലേ വലുത്. അപ്പോൾ ഹയ്യസ്റ്റ് പവർ 1 അല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇത് ലീനിയർ ഇക്വേഷൻ അല്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, ലീനിയർ ഇക്വേഷൻ ആവണമെങ്കിൽ എന്തായിരിക്കണം, ഹയസ്റ്റ് പവർ എപ്പോഴും 1 ആയിരിക്കണം. ഓക്കെ, ഇതാണ് ആദ്യം ബേസിക്കായിട്ട് നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് പഠിക്കുന്നത്. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ ടോപ്പിക്കിൽ പറയുന്നത് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളാണ്. അതായത് 2 വേരിയബിൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനിവിടെ ഒരെണ്ണം എക്സ് എടുത്തല്ലോ, കൂടെ വേറെ ഒരെണ്ണം കൂടി വരും. അതാണ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ 3x + 5y = 0. ഇതിപ്പോൾ ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളാണ്. ഓക്കെ, ലീനിയറും ആണ്, 2 വേരിയബിളും ഉണ്ട്. അപ്പോൾ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എന്ന് പറയും. ലീനിയർ എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ, ഹയസ്റ്റ് പവർ 1 ആയിരിക്കുന്നത്. ഇപ്പോൾ ഈ എക്സിൻ്റെ പവർ എത്രയാണ്, 1. വൈൻ്റെ പവറോ 1. 2 വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ, 2 ഡിഫറെൻറ്റ് വേരിയബിൾസ്. ഇവിടെ നമുക്ക് വേരിയബിൾ എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്. അപ്പോൾ 2 വേരിയബിളും ഉണ്ട്. 2 വേരിയബിൾസിൻ്റെയും പവർ എത്രയാണ്, 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ഇത് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആണെന്ന്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ജനറൽ ഫോം പഠിക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെയൊക്കെ പ്ലസ് ഒക്കെ അല്ലേ ആയിട്ടിരിക്കുന്നത്, പ്ലസ് തന്നെ വരണം എന്നില്ല, മൈനസും വരാം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ജനറൽ ഫോം പഠിക്കാം. ജനറൽ ഫോം എന്ന് പറയുമ്പോൾ ax + by + c = 0. ഇതാണ് ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളിൻ്റെ ജനറൽ ഫോം. ഇതിൻ്റെ അകത്ത് ഈ എയും ബിയും 0 ആവാൻ പാടില്ല. എയും ബിയും 0 ആവാൻ പാടില്ല. ഓക്കെ, a, b ≠ 0. അതായത് ഇപ്പം നമുക്ക് എപ്പോഴും ഈ എക്സിൻ്റെ കൂടെയുള്ള നമ്പറും വൈൻ്റെ കൂടെയുള്ള നമ്പറും എന്തെങ്കിലും 0 അല്ലാത്ത നമ്പർ ആയിരിക്കണം. ഓക്കെ, അതാണ് പറയുന്നത്. ഇപ്പം ഞാൻ ഈ ജനറൽ ഫോമിലിട്ടിട്ട് കുറച്ച് നമ്പേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഇപ്പം 2x + y + 5 = 0. ഇപ്പം ഇങ്ങനെ ആയിരുന്നെങ്കിലോ, ഇതിനകത്ത് നമ്മുടെ എ എന്തായിരിക്കും, എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിരിക്കും. എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ, എക്സിനെ മുട്ടി ചെയ്തിരിക്കുന്ന നമ്പർ എന്തായിരിക്കുമോ അതായിരിക്കും നമ്മുടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ എ എന്താ, 2 ആണ്. അടുത്തത് ബി നമുക്ക് എഴുതാം. ബി എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, വൈൻ്റെ കോയിഫിഷ്യൻ്റ് ആയിരിക്കും. വൈൻ്റെ കൂടെ മുട്ടി ആരാ ഉള്ളത്, ഇവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതിനർത്ഥം എന്താ, 1 ആണെന്നർത്ഥം. ഓക്കെ, പിന്നെ സി എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റൻറ്റ്. അതായത് ഇവിടെ നമുക്ക് ഈ വേരിയബിൾ ഇല്ലാണ്ട് ഒറ്റക്ക് നിൽക്കുന്ന ഒരു നമ്പർ ഉണ്ടാവും, അതായിരിക്കും നമ്മുടെ കോൺസ്റ്റൻറ്റ്. അപ്പോൾ 5. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ വേറൊരെണ്ണം പറയാം. 5x - y = 0. ഓക്കെ, ഇതിനകത്ത് എയും ബിയും സിയും ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ക്വസ്റ്റ്യൻ പറയും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, എക്സിൻ്റെ കോയിഫിഷ്യൻ. അപ്പോൾ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ എന്താ, 5. അപ്പോൾ 5 ആയിരിക്കും. ഇനി ബി എന്ന് പറഞ്ഞാൽ എന്താ, വൈൻ്റെ മുന്നിലുള്ള നമ്പർ, വൈൻ്റെ കൂടെയുള്ളത്. അപ്പോൾ വൈൻ്റെ മുന്നിൽ ആരാ ഉള്ളത്, ഇവിടെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ 1 ആയിരിക്കും എന്ന്. അപ്പം നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും സിമ്പിൾ ചേർത്ത് എത്തണം. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും 5 എന്ന് പറയുമ്പോൾ ഇത് +5 കാരണം ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അർത്ഥം എന്താ, പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ അത് എഴുതണമെന്നില്ല, പോസിറ്റീവ് നമുക്ക് അറിയാമല്ലോ, അപ്പോൾ അത് എഴുതണമെന്നില്ല. പക്ഷേ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതണം. ഇപ്പോൾ ഇവിടെ വൈൻ്റെ കൂടെ വേറെ നമ്പേഴ്സ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്കറിയാം അവിടെ 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 1, പിന്നെ അതിൻ്റെ സിമ്പിൾ നെഗറ്റീവ് ആയതുകൊണ്ട് -1 നമ്മൾ എടുത്ത് എഴുതണം. ഓക്കെ, ഇനി
സി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺസ്റ്റൻറ്റ് ടേം ഇവിടെ ഉണ്ടോ? ഇല്ല, കോൺസ്റ്റൻറ്റ് ടേം ഇല്ല അല്ലേ? വേരിയബിൾ ഇല്ലാത്ത നമ്പർ നമുക്ക് വേറെ തന്നിട്ടില്ല അവർ. മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ എക്സ്ട്രാ ഒരു നമ്പർ ഉണ്ടായി, ഇതിനകത്തതൊന്നും ഇല്ല. ഇല്ലെങ്കിൽ നമുക്ക് എന്താ എഴുതേണ്ടത്? 0 ആണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇനി നമുക്ക് ടെക്സ്റ്റിലത്തെ 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ്, ഇത് എക്സാമ്പിൾ 1 ആട്ടോ. പേജ് നമ്പർ 56 എക്സാമ്പിൾ 1 ആണ് നമ്മൾ ചെയ്യുന്നത്. റൈറ്റ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ ദ ഫോം ax plus by plus c equals 0 and indicate the values of a, b and c in each case. അതായത് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ റൈറ്റ് ഈച്ച് ദ ഫോളോയിങ് ഇക്വേഷൻ ax plus by plus c is equal to 0. അതിൻ്റെ മീനിങ് എന്താ? തന്നിരിക്കുന്ന ഓരോ ഇക്വേഷൻസും ax plus by plus c is equal to 0 എന്നുള്ള ഫോമിൽ നമ്മൾ എഴുതണം. എന്നിട്ട് ഇൻഡിക്കേറ്റ് ദ വാല്യൂസ് ഓഫ് എ, ബി ആൻഡ് സി ഇൻ ഈച്ച് കേസ്. ഓരോ ക്വസ്റ്റ്യനകത്തും എയിൻ്റെയും ബിയിൻ്റെയും സിയിൻ്റെയും വാല്യൂസ് എടുത്തെഴുതുക. ഇതാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നതെന്ന് വായിച്ച് മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഇത് എക്സാമ്പിൾ 1 ആട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയാം. 2x plus 3y equal to 4.37. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ax plus by plus c is equal to 0 എന്നുള്ള ഫോമിൽ നമ്മൾ ആദ്യം എഴുതണം. എന്നിട്ട് എയിൻ്റെയും ബിയിൻ്റെയും സിയിൻ്റെയും വാല്യൂസ് എടുത്തെഴുതുക. ഇതാണ് ചോദ്യം. അപ്പം ഞാൻ ആദ്യം ഈ തന്നിരിക്കുന്ന ഇക്വേഷനെ നമുക്ക് ax plus by plus c is equal to 0 എന്നുള്ള ഫോമിൽ എഴുതാം. ഓക്കെ, അപ്പോൾ അതാ 2x plus 3y, നമ്മുടെ കോൺസ്റ്റന്റ് ടേം എവിടെ കിടക്കുന്നത്? ഇവിടെ. നമുക്ക് ഈക്വൽ ടു കഴിയുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പം ഈ ടേമിനെ നമുക്ക് ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇതിപ്പോൾ പോസിറ്റീവ് ടേം ആണല്ലോ, സിമ്പിൾ ഒന്നുമില്ലെങ്കിൽ അർത്ഥം എന്താ? പോസിറ്റീവ് ആണെന്നാ. അത് ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? നെഗറ്റീവ്. അപ്പം -4.37 ഈക്വൽ ടു, ബാക്കി അവിടെ ഈക്വൽ ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഉണ്ടായ നമ്പർ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നേ. അപ്പോൾ അവിടെ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അവിടെ എന്താ? 0 ആവും. ഇപ്പം നമുക്ക് എല്ലാം ആയി അല്ലേ? ax plus by plus c is equal to 0 എന്നുള്ള ഫോമിൽ നമുക്ക് എല്ലാ ആൾക്കാരെയും കിട്ടി. ഇനി നമുക്ക് a എന്താണ്, b എന്താണ്, c എന്താണെന്ന് എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എക്സിൻ്റെ കൂടെയുള്ള നമ്പർ എന്തായിരിക്കോ അതായിരിക്കും a. ഓക്കെ, വൈൻ്റെ കൂടെയുള്ള നമ്പർ എന്തായിരിക്കോ അതായിരിക്കും b. അതുപോലെ കോൺസ്റ്റന്റ് ടേം, അതായത് വേരിയബിൾ ഇല്ലാണ്ട് നിൽക്കുന്ന ഒറ്റക്ക് നിൽക്കുന്ന ടേം എന്തായിരിക്കോ അതായിരിക്കും c. അപ്പം നമുക്ക് ഓരോരുത്തരും എഴുതാം. എക്സിൻ്റെ കൂടെയുള്ള ടേം എന്താ? 2. അപ്പം 2 ആയിരിക്കും ആദ്യം എഴുതണ്ടേ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആയിരിക്കും. ഇനി ബി എഴുതാം. ബി എന്ന് പറഞ്ഞാൽ എന്താ? വൈൻ്റെ കൂടെയുള്ള ടേം. അപ്പം അതെന്താ? 3. ഇനി സി എഴുതാം. കോൺസ്റ്റന്റ് ടേം എന്താ? 4.37. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ സിമ്പിൾ ചേർത്ത് എഴുതണമെന്ന്. അപ്പം ഇതിൻ്റെ സിമ്പിൾ എന്താ? ഒരു നമ്പറിൻ്റെ തൊട്ട് മുന്നിൽ കിടക്കുന്ന സിമ്പിൾ ആ നമ്പറിൻ്റെ സ്വന്തം സിമ്പിളായിരിക്കും. അപ്പം നമ്മൾ ആ നമ്പറിൻ്റെ സിമ്പിൾ ചേർത്തോണം എഴുതാൻ. ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ എന്ത് എഴുതാഞ്ഞേ? ഇതൊക്കെ പോസിറ്റീവ് അല്ലേ, അപ്പോൾ അത് എഴുതണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ എടുത്ത് എഴുതണം. അപ്പോൾ -4.37 ആണ് നിങ്ങളുടെ എയും ബിയും സിയും. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2. x minus 4 equal to √3y. നമുക്ക് ഇതിനകത്തുനിന്ന് ആദ്യം നമ്മുടെ ഇക്വേഷൻ നമ്മുടെ ജനറൽ ഫോമിൻ്റെ രീതിയിലേക്ക് ആക്കി മാറ്റാം. നമ്മുടെ ജനറൽ ഫോം എന്താ? ax plus by plus c equals 0. ഈ ഒരു ഫോമിലേക്ക് നമുക്ക് ഈ ക്വസ്റ്റ്യനെ മാറ്റാം. അപ്പം നിങ്ങൾ സിമ്പിൾസ് ശ്രദ്ധിക്കേണ്ട. അതായത് ഇതുപോലെ തന്നെ സിമ്പിൾ നമുക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം നമ്മൾ അവിടെ നിന്ന് ഇവിടെ അങ്ങോട്ട് നമ്പേഴ്സ് നീക്കുമ്പോൾ സിമ്പിൾസ് മാറി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എയും ബിയും സിയും എഴുതുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ചേഞ്ച് ആക്കാം. ഇവിടെ ഓൾറെഡി എക്സ് ഉണ്ട്, ഒരു -4 ഉണ്ട്, പിന്നെ ഈ -√3y അത് നമുക്ക് ഈക്വലിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. കാരണം എന്താ? ഈക്വൽ ടു കഴിയുമ്പോൾ നമുക്ക് 0 മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ആ നമ്പറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്താവും? +√3y എന്നാണല്ലോ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? -√3y എന്നാവും. ഈക്വൽ ടു, ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഒന്നും ഇല്ലല്ലോ. ഈക്വൽ ടു ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന നമ്പർ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നല്ലോ. അപ്പോൾ അവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ 0 കൊടുക്കാം. ഇനി നമുക്ക് എഴുതാം എ എന്താണ്, ബി എന്താണ്, സി എന്താണെന്ന് എഴുതാം. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ്, അതായത് എക്സിൻ്റെ മുന്നിൽ കിടക്കുന്ന നമ്പർ. ഇവിടെ നമുക്ക് എക്സിൻ്റെ മുന്നിൽ എന്താ? ഒന്നുമില്ലല്ലോ. അപ്പോൾ അതിനർത്ഥം എന്താ? എക്സ് ഉണ്ട്, പക്ഷെ എക്സിൻ്റെ മുന്നിലൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? അവിടെ 1 ഉണ്ടെന്ന്. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? 1x എന്നാണ്. വെറുതെ y എന്ന് പറഞ്ഞതിനർത്ഥം എന്താ? 1y എന്നാണ്. അങ്ങനെ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എഴുതാം
എ എഴുതി. ഇനി അടുത്ത നമുക്ക് ബി അല്ലേ വേണ്ടേ. ബി എന്താ പറയുന്നത്, വൈൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് ബി. അപ്പോൾ നമുക്ക് വൈ എവിടെ കിടക്കുന്നത്, വൈ ഇവിടെ ആട്ടോ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആ ഓർഡറിൽ പോയിട്ട് നടുക്കത്തെ നമ്പർ എടുത്ത് അങ്ങനെ എഴുതി വെക്കരുത്. നമ്മൾ ഓരോന്നും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. നമുക്ക് ഇപ്പോൾ വൈൻ്റെ കോയിഫിഷ്യൻ്റ് നോക്കാം. അപ്പോൾ വൈൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ, വൈൻ്റെ കോയിഫിഷ്യൻ്റ് ഇതാണ് നമ്മുടെ വൈ ഇവിടെ ക്വസ്റ്റ്യൻ്റെ. അതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ √3. അതിൻ്റെ കൂടെ ഒരു സിമ്പിൾ ഉണ്ട്. സിമ്പിൾ നമ്മൾ ശ്രദ്ധിക്കണം. പോസിറ്റീവ് ആണെങ്കിൽ ഇടണ്ട, പക്ഷെ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഇടണം. അപ്പോൾ √3യുടെ സിമ്പിൾ എന്താ, നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് √3 ആണ് നിങ്ങളുടെ വൈ. ഓക്കെ, ഇനി സി എഴുതാം. സി എഴുതുമ്പോഴത്തേക്കും എന്താവും, സി എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസ്റ്റൻ്റ് ടേം ആയിരിക്കും. കോൺസ്റ്റൻ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താ, വേരിയബിൾ ഇല്ലാണ്ട് കിടക്കുന്ന ടേം. അപ്പോൾ അതാരാ, അത് ഇതാണ് അല്ലേ, 4 ആണ്. അപ്പോൾ 4ൻ്റെ കൂടെ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, -4. പിന്നെ ഒരു കാര്യവും കൂടിയുണ്ട്, ഇത് നമ്മുടെ ജനറൽ ഫോമിലേക്ക് ആയില്ലല്ലോ. ജനറൽ ഫോം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നടുക്ക് നമുക്ക് ബി വരണം അല്ലേ, ബി വൈ എന്നുള്ള ടേം നമുക്ക് നടുക്ക് വരണം അല്ലേ, വൈ AX അത് കഴിയുമ്പോൾ BY അങ്ങനത്തെ ഒരു ഫോമിലേക്ക് വരണം. അപ്പോൾ ഇവിടെ നമ്മുടെ വൈ അറ്റത്തല്ലേ കിടക്കുന്നത്, അപ്പോൾ അതിനെ നമുക്ക് തിരിച്ചെഴുതാം. അപ്പോൾ എങ്ങനെ വരും, എക്സ് ആദ്യം എക്സ് തന്നെ, പിന്നെ വൈൻ്റെ ടേം എവിടെ വരണം, നടുക്ക് വരണം അല്ലേ, ഇതെൻ്റെ വൈൻ്റെ ടേം. അപ്പം -√3y എന്നിട്ട് വേണം എൻ്റെ കോൺസ്റ്റൻ്റ് ടേം എഴുതാൻ, -4 = 0. ഈ ഒരു സ്റ്റെപ്പ് ഞാൻ വിട്ടുപോയി. ഓക്കെ, ഇത് നിങ്ങൾ എഴുതിയിട്ട് വേണം കേട്ടോ ഈ എയും ബിയും സിയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, എപ്പോഴും നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മുടെ ജനറൽ ഫോമിലേക്ക് നമ്മൾ മാറ്റണം. അതായത് ആദ്യം എക്സ് ഉള്ള ടേം, പിന്നെ വൈ ഉള്ള ടേം, പിന്നെ കോൺസ്റ്റൻ്റ് ടേം ഉണ്ടെങ്കിൽ അത് എഴുതണം, =0. അങ്ങനെ തന്നെ ആക്കി എഴുതണം. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഒന്നുകൂടി ഞാൻ പറയാം, ആദ്യം എക്സ് ഉള്ള ടേം എഴുതണം, പിന്നെ വൈ ഉള്ള ടേം, പിന്നെ വേണം മറ്റേ കോൺസ്റ്റൻ്റ് ടേം. ഇപ്പോൾ ഇവിടെ ഞാൻ ഇത് കണ്ടില്ലേ, ആദ്യം എക്സ് ഉള്ള ടേം, പിന്നെ ഇതിങ്ങനെ കോൺസ്റ്റൻ്റ് ടേമാണ്, അങ്ങനെയല്ല വരേണ്ടത്. നമ്മൾ രണ്ടാമത് എപ്പോഴും വൈ ഉള്ള ടേം എഴുതണം. അതായത് ആദ്യം എക്സ് ഉള്ള ടേം, പിന്നെ വൈ ഉള്ള ടേം, പിന്നെ കോൺസ്റ്റൻ്റ് ടേം. ഓക്കെ, ലാസ്റ്റ് എപ്പോഴും 0 വരണം. എന്നിട്ട് വേണം നമ്മൾ ഈ ABC എടുത്ത് എഴുതാൻ. ഓക്കെ, ഇതാണ് മെത്തേഡ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് 4 = 5x - 3y. ഓക്കെ, ഇതിന് നമുക്ക് ആദ്യം നമ്മുടെ ജനറൽ ഫോമിലേക്ക് എഴുതാം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാട്ടോ. വേണമെങ്കിൽ ഈ റൈറ്റ് സൈഡിലുള്ള ടേംസിനൊക്കെ നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള ആ ഒരു നമ്പറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ എളുപ്പം എന്താ, ഇവിടെയുള്ള അപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള എളുപ്പം, കാരണം അവിടെ ഒരു ടേം അല്ലേ ഉള്ളൂ. ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ 2 ആൾക്കാരെ കൊണ്ടുപോകണ്ടേ. ഓക്കെ, അപ്പോൾ ഞാൻ ലെഫ്റ്റ് കിടക്കുന്ന 4നെ ഞാൻ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ 5x - 3y, 4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും, -4 ആവും. അപ്പോൾ = ഇവിടെ ഉണ്ടായിരുന്ന ആ 4-നല്ലേ നമ്മൾ ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആ 4ൻ്റെ സ്ഥലത്ത് ഒന്നുമില്ലല്ലോ, അവിടെ ഉണ്ടായ ആളല്ലേ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഒന്നുമില്ലല്ലോ, അപ്പോൾ അവിടെ എന്തായിരിക്കും, 0. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്നുകൂടി വൃത്തിക്ക് എഴുതുമ്പോൾ 5x - 3y - 4 = 0 ഇങ്ങനെ ആക്കി എഴുതാം. ഓക്കെ, ഇങ്ങനെ ആക്കി എഴുതാം. അപ്പോൾ ഇച്ചിരിയും കൂടി നമ്മുടെ കറക്റ്റ് സ്റ്റാൻഡേർഡ് ഫോമിലേക്കായിട്ടിരിക്കും. ഓക്കെ, ആ ഫ്രണ്ടിൽ കിടക്കുന്ന = നമ്മൾ അപ്പുറത്തേക്ക് ആക്കി മാറ്റി, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് ടേംസ് എടുത്ത് എഴുതാം. ഇതിപ്പോൾ നമ്മുടെ ജനറൽ ഫോം ആയല്ലോ, നമുക്ക് ടേംസ് എഴുതാം. ആദ്യത്തെ ടേം എന്താ, എ എന്ന് പറയുമ്പോൾ എന്താ, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ 5. അതിൻ്റെ സിമ്പിൾ എന്താ, പോസിറ്റീവ് അല്ലേ, അപ്പോൾ അതിടണമെന്നില്ല. അടുത്ത ബി എന്ന് പറയുമ്പോൾ എന്താ, വൈൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ 3. സിമ്പിൾ എടുത്ത് എഴുതണം. 3ൻ്റെ സിമ്പിൾ എന്താ, -, അപ്പോൾ നിങ്ങൾ ഇടണം. അടുത്ത കോൺസ്റ്റൻ്റ് ടേം എന്ന് പറയുമ്പോൾ എന്താ, എക്സും വൈയും ഇല്ലാത്ത ആളാരോ അതാണ് കോൺസ്റ്റൻ്റ് ടേം. ഓക്കെ, ഇനി നമുക്ക് അതെടുത്ത് എഴുതാം. അതാരായിരിക്കും, 4 ആണ് അല്ലേ, പിന്നെ കോൺസ്റ്റൻ്റ് ടേം 4 ആണ്. അതിൻ്റെ സിമ്പിൾ എന്താ, -4. അപ്പം -4 ഇതാണ് നമ്മുടെ ABC എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫോർത്ത് വൺ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, 2x = y. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വൈനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 2x ഇത് പോസിറ്റീവ് y ആണല്ലോ, ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ എന്താ, -y. ഇനി നമുക്ക് കോൺസ്റ്റൻ്റ് ടേം ഉണ്ടോ, =0 അതല്ലേ, =0 ഇങ്ങനെയല്ലേ വരിക. കോൺസ്റ്റൻ്റ് ടേം നമുക്ക് തന്നിട്ടില്ല അല്ലേ, ഇത്രയും നമുക്ക് ആകുള്ളൂ. അപ്പോൾ കോൺസ്റ്റൻ്റ് ടേം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റൻ്റ് ടേം നമ്മൾ ഇട്ട് കൊടുക്കണം. ഓക്കെ, അതായത് 2x - y കോൺസ്റ്റൻ്റ് ടേം ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒരു 0 കൊടുക്കാം, +0 = 0 എപ്പോഴും നമ്മൾ ഇടുന്ന കേട്ടോ, അങ്ങനെ ഉണ്ട് നമ്മുടെ ഇക്വേഷനകത്ത് ഫിക്സഡാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 2x = y എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ വൈനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു.
അപ്പം 2x മൈനസ് വൈ ഈക്വൽ ടു 2x മൈനസ് വൈ എന്നായി. ഇനി ആ വൈനല്ലേ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത്, അപ്പോൾ അവിടെ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അവിടെ എന്താ 0 ആവും. അത്ര ഓക്കെ അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇതിനകത്ത് നമുക്ക് സി ഇല്ല അല്ലേ, കോൺസ്റ്റന്റ് ടേം ഇല്ല, നമുക്ക് 3 നമ്പർ വേണമല്ലോ, 3 പേരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരാളെ ഈ വൈ കഴിയുമ്പോൾ ഒരാളെ കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെയല്ലേ വരുന്നത്, AX പ്ലസ് BY പ്ലസ് C ഈക്വൽ ടു 0 എന്നുള്ള ഫോമല്ലേ വരുന്നത്. നമുക്ക് സി ഇല്ലല്ലോ, അപ്പോൾ സി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു +0 ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ +0 ഇടുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇതിനകത്ത് നമുക്ക് A എന്താണ്, B എന്താണ്, C എന്താണെന്ന് എഴുതാം. A എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 2. B എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, വൈൻ്റെ കോയിഫിഷ്യൻറ്റ്. വൈൻ്റെ അവിടെ നമുക്ക് നമ്പർ ഉണ്ടോ, ഇല്ല, അപ്പം 1 ആയിരിക്കും. വൈ ഉണ്ട്, വൈൻ്റെ നമ്പർ ഇല്ല, അപ്പം വൈൻ്റെ നമ്പർ എന്തായിരിക്കും, 1 ആയിരിക്കും. 1y എന്നാണല്ലോ നമ്മൾ പറയുക. അപ്പം അതിൻ്റെ സിമ്പിൾ എഴുതണം മൈനസ്. ഇനി സി ടേം ഉണ്ടോ, നമുക്ക് ഇല്ല, അത് 0 അപ്പോൾ 0. ഇങ്ങനെയാണ് ചെയ്യുന്നത്, മനസ്സിലായ. അപ്പം നമ്മൾ നിങ്ങൾ ഓരോ ചോദ്യവും എടുക്കുമ്പോൾ സിമ്പിൾസൊക്കെ ശ്രദ്ധിച്ച് ജനറൽ ഫോമൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ജനറൽ ഫോം പഠിച്ചു വെക്കാം. ഓക്കെ, വലിയ പാടുള്ള ഇക്വേഷനൊന്നുമല്ല. AX പ്ലസ് BY പ്ലസ് C is equal to 0. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, എന്നിട്ട് എക്സസൈസ് 4.1 ക്വസ്റ്റ്യൻ നമ്പർ 2 ചെയ്ത് വെക്കുക. ഇതെങ്ങനെയാണോ നമ്മൾ ചെയ്തത്, എക്സാക്ട്ലി സെയിം മെത്തേഡിലാണ് നമ്മൾ ആ എക്സസൈസ് 4.1 ചെയ്യുക. അതായത് 4.1 നെക്സ്റ്റ് പേജിലുള്ള ക്വസ്റ്റൻ ആട്ടോ. എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് ഞാൻ പറയുന്നത്. എക്സ്പ്രസ് ദ ഫോളോയിങ് ലീനിയർ ഇക്വേഷൻ ഇൻ ദ ഫോം AX പ്ലസ് BY പ്ലസ് C is equal to 0 ആൻഡ് ഇൻഡിക്കേറ്റ് ദ വാല്യൂസ് ഓഫ് A, B ആൻഡ് C ഇൻ ഈച്ച് കേസ്. ഇതാണ് ചോദ്യത്തിൽ പറയുന്നത്. അപ്പം നിങ്ങൾ ഇതെങ്ങനെയാണ് ചെയ്തത്, അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഒരെണ്ണത്തിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 5 ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 5 2x is equal to മൈനസ് 5y, ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ -5 ആ ഈക്വൽ ടു ആയിട്ടുള്ള നമ്പറിനെ ഇപ്പോഴത്തേക്ക് കൊണ്ടുവരാം. അപ്പം പോസിറ്റീവ് 5y എന്നായി ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് ടേം ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോൺസ്റ്റന്റ് ടേം നമ്മൾ ഇട്ട് കൊടുക്കണം. +0 ഈക്വൽ ടു 0. ഓക്കെ, A എന്തായിരിക്കും, എക്സിൻ്റെ കോയിഫിഷ്യൻ 2. B എന്തായിരിക്കും, വൈൻ്റെ കോയിഫിഷ്യൻ 5. C എന്തായിരിക്കും, C ഇല്ലല്ലോ, അപ്പോൾ 0. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി ഫസ്റ്റ് വൺ കൂടി ഞാൻ കാണിക്കാം. ഫസ്റ്റ് വേണ്ടകത്ത് പറഞ്ഞിരിക്കുന്നത് 2x പ്ലസ് 3y ഈക്വൽ ടു 9.35 ബാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്തും വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഈ ഈക്വൽ ടു കഴിഞ്ഞ് കിടക്കുന്ന ടേമിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 2x പ്ലസ് 3y ഇത് പോസിറ്റീവ് നമ്പറാണല്ലോ, ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താ, നെഗറ്റീവ് നമ്പറാണ് ഈക്വൽ ടു. ഇപ്പോൾ ഇവിടെ ഉണ്ടായാലും ഇങ്ങോട്ട് കൊണ്ടുവന്നേ, അപ്പോൾ അവിടെ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ 0. അപ്പോൾ നമ്മുടെ A എന്താ 2, B എന്താണ് 3, C എന്താണ് -9.35 ബാർ. ഇങ്ങനെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റിനും ശ്രദ്ധിച്ച് സിമ്പിൾസൊക്കെ ശ്രദ്ധിച്ച് ആ ഒരു എക്സസൈസിൽ ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ.